ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ഒരു പർച്ചേസ് വ്ളോഗാണെന്ന് ചെയ്യുന്നത്. നമ്മൾ മോളുടെ പിറന്നാളാണ് 23rd. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്കേർട്ടും ബ്ലൗസും ചെയ്യാമെന്ന് വെച്ചിട്ട് അതിൻ്റെ മെറ്റീരിയൽ നോക്കാമെന്ന് വെച്ചിട്ട് പോവാണ്. അപ്പോൾ അനീത്തിയുടെ കൂടെയാണ് ഞാൻ പോയത്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ അവളുടെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയാണ് നോർമലി പർച്ചേസിനൊക്കെ പോകുന്നത്. വർക്കൊക്കെ ജസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് സംഗമത്തിലായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു സ്കേർട്ടും ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നോക്കാനായിരുന്നു. അപ്പോൾ ഈ ഒരു 3 ഷെയ്ഡ്, യെല്ലോ അത്ര എനിക്ക് ഇഷ്ടമായില്ല. ഈ 2 ഷെയ്ഡാണ് ഞാൻ നോക്കി വെച്ചത്. അതിൽ ഈ ബ്ലൂ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെയുള്ള അതിൻ്റെ ഷെയ്ഡ്സ് ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ ഉള്ള കാരണം പിന്നെ നോക്കിയില്ല. പിന്നെ നമ്മൾ നോക്കിയത് ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലായിരുന്നു. അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് മിറാക്കിളിലാണ്. മിറാക്കിളിൽ നമ്മൾ കയറിയപ്പോഴും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സാധനം കിട്ടിയില്ല. അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് അവിടെ കയറി നമ്മൾ ചോദിച്ചു. പിന്നെ ഞാൻ കരുതി ഈ ഓറഞ്ചിന് പകരം സ്കിൻ കളർ നെറ്റ് യൂസ് ചെയ്യാമെന്ന്. കാരണം ഈ നെക്കിൻ്റെ അവിടെ മാത്രം ട്രാൻസ്പെറൻ്റായിട്ട് വളരെ ചെറിയൊരു പോർഷനിലാണ് നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അത് നമുക്ക് നടക്കാണ്ട് വന്നപ്പോൾ നമ്മൾ കരുതി ബർഗർ ലോഞ്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്നത്. മുകളിൽ ഇരിക്കാം, നമുക്ക് എ സിയിലിരിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ താഴെ അവരിങ്ങനെ ഒരു ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബർഗർ കഴിച്ചു. നല്ല രസമാണ് അവിടുത്തെ ആംബിയൻസ് കാണാനായിട്ട്. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറവൂരുള്ളവർക്ക് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് കൊതുകുണ്ടായിരുന്നു. ഞങ്ങൾ വൈകിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ എ സി ഉണ്ട്, നമുക്ക് മുകളിൽ ഇരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കൽപ്പകയിലാണ്. അപ്പോൾ അവിടുത്തെ മെറ്റീരിയൽസൊക്കെ എനിക്ക് ആ ബ്ലാക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ മെറ്റീരിയൽ. ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് അവിടെയും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ കളറെന്ന് പറയാൻ പറ്റില്ല. ഒരു കുറച്ച് കയറി നിൽക്കുന്ന ക്രീമായിരുന്നു. പക്ഷെ മേത്ത് വെച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അത് ജസ്റ്റ് ഞാൻ 1/2 മീറ്റർ വാങ്ങിച്ചു, നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട്. കാരണം ജസ്റ്റ് ഇവിടെ മാത്രം കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞ് നോക്കി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ.